നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ എത്തുമെന്ന് സൂചന. മണ്ഡലത്തിൽ മറ്റു പേരുകൾ ബി.ജെ.പി. നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഇല്ലെന്ന സൂചനയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സാധ്യതാ പട്ടികയും ഏകദേശം വ്യക്തമായി തുടങ്ങി. ആറന്മുളയിൽ മത്സരിക്കാൻ എം.ടി. രമേശിനോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ മുൻ ഡി.ജി.പിയായ ആർ. ശ്രീലേഖ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. കെ. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് വീണ്ടും മത്സരിക്കുമെന്ന് സൂചനയുണ്ട്. നേമത്ത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി. മുരളീധരൻ, കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസ് എന്നിവരും മത്സര രംഗത്തിറങ്ങും. പാലക്കാട് മണ്ഡലത്തിലെ സാധ്യതാ പട്ടികയിൽ അവസാന ഘട്ടത്തിൽ ശോഭ സുരേന്ദ്രനും പാർട്ടി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ഉൾപ്പെട്ടിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന സംഘപരിവാർ നിർദ്ദേശവും പാർട്ടി ഗൗരവമായി പരിഗണിക്കുന്നുവെന്നാണ് വിവരം. എന്നാൽ പ്രശാന്ത് ശിവനെ കഴിഞ്ഞ തവണ മത്സരിച്ച ആലത്തൂരിൽ വീണ്ടും പരിഗണിക്കാനാണ് സാധ്യത. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ 17,483 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ശോഭ 40,076 വോട്ടുകൾ നേടിയിരുന്നു. 2021 ഇ. ശ്രീധരൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷം 3,859 വോട്ടായി കുറഞ്ഞിരുന്നു. സിറ്റിംഗ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായതോടെ പാലക്കാട് മണ്ഡലത്തിൽ ചലച്ചിത്ര താരം രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവും. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പി. സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും CPM-ൽ എത്തിയ സരിൻ 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു.